ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ വന്യജീവി ആക്രമണം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി. എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക എന്നത് നാടിന്റെ സാമൂഹിക ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തൃശൂരിൽ നിർവഹിച്ചു. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വോട്ടെണ്ണൽ നാളെ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് റാഞ്ചിയിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഭാവി തലമുറയ്ക്ക് പൈതൃകം പകരുന്ന നവഭാരതം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ മെഹ്സാനയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുന്നതിലൂടെ വികസിത ഇന്ത്യയിലേക്കുള്ള മാർഗമാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വരെ ജീവിതം മാറ്റുമെന്ന ഗ്യാരണ്ടിയാണ് മോദി സർക്കാർ നൽകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നവസാരിയിൽ 17,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു. കക്രപാർ ആണവ നിലയം സന്ദർശിച്ച അദ്ദേഹം 2 പുതിയ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ രാജ്യത്തിന് സമർപ്പിച്ചു. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വയനാട്ടിലെ വന്യജീവി ആക്രമണം നേരിട്ട് വിലയിരുത്താനെത്തിയ കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും കൽപ്പറ്റയിൽ ചർച്ച നടത്തി. ജില്ലയിലെ സ്ഥിതിഗതികൾ ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. മുന്നറിയിപ്പ് സംവിധാനം, ട്രാക്കിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിന് കേന്ദ്ര പിന്തുണ മന്ത്രി ഉറപ്പു നൽകി. പരിസ്ഥിതി വനം മന്ത്രാലയം കേരളത്തിന് 15.8 കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിരുന്നതായും ആനവേലി നിർമ്മാണത്തിനും മറ്റ് പരിഹാര മാർഗങ്ങൾക്കുമായും കൂടുതൽ സാമ്പത്തിക പിന്തുണ നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും ശ്രീ ഭൂപേന്ദർ യാദവ് അറിയിച്ചു. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്ന ശ്രമകരമായ ദൌത്യം നാടിന്റെ ഒരു സാമൂഹിക ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും സമാന്തരമായി ഇന്ന് പട്ടയമേളകൾ സംഘടിപ്പിച്ചു. 31,000-ഓളം പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1,50,000-ലേറെ പട്ടയങ്ങൾ നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 10 ജില്ലകളിലായി 1 കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സ്റ്റെഫാൻ സെജൂർനെ, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയേറ, ഓസ്ട്രേലിയൻ ധനകാര്യമന്ത്രി കാറ്റി ഗാലഹർ എന്നിവരുമായും അദ്ദേഹം സംവദിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കണമെന്നും സംഘർഷം വ്യാപിക്കാൻ ഇടവരുത്തരുതെന്നും ശ്രീ വി മുരളീധരൻ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് തിരുവനന്തപുരം സന്ദർശിക്കും. VSSC വേളി ക്യാമ്പ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കുന്നപ്പുഴ, മരുതൂർക്കടവ് എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം. കോഴിക്കോട് മുക്കത്തും മണാശ്ശേരിയിലും യാത്ര ഇന്നെത്തി. എറണാകുളത്ത് എളമക്കരയിലായിരുന്നു ഇന്നത്തെ പര്യടനം. നവകേരള സ്ത്രീ സദസ്സിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉയർത്തിയ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സർക്കാർ ഗൌരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സ്ത്രീ സദസ്സ് ഇന്ന് നടന്നത്. 56 ചോദ്യങ്ങൾ സദസ്സിൽ ഉയർന്നു. ഞായറാഴ്ച നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾ തലസ്ഥാന നഗരിയിൽ പുരോഗമിക്കുന്നു. നഗരത്തിലെ മിക്കയിടങ്ങളിലും പൊങ്കാല അടുപ്പുകൾ നിരന്നു തുടങ്ങി. പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു. ഡോക്ടർമാർ അടങ്ങിയ 10 മെഡിക്കൽ സംഘങ്ങളെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലെ മിൽമ ഔട്ട്ലെറ്റുകൾ മറ്റന്നാൾ രാത്രി 12 വരെ പ്രവർത്തിക്കും. പൊങ്കാല ആവശ്യത്തിനായി പാലും പാൽ ഉൽപ്പന്നങ്ങളും ആവശ്യമനുസരണം ലഭ്യമാക്കുന്നതിനാണ് ഈ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ റാഞ്ചിയിൽ തുടക്കമാകും. രാവിലെ 9:30 കളി ആരംഭിക്കുന്നത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുൻപിലാണ്. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 25-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ വന്യജീവി ആക്രമണം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി. എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക എന്നത് നാടിന്റെ സാമൂഹിക ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തൃശൂരിൽ നിർവഹിച്ചു. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വോട്ടെണ്ണൽ നാളെ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് റാഞ്ചിയിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.